നടിയും മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഗായികയുമെല്ലാമായ മനീഷ കേസിനെ മിനിസ്ക്രീൻ പ്രേക്ഷകർ അടുത്തിഷ്ടപ്പെട്ടു തുടങ്ങിയത് ബിഗ് ബോസിൽ താരം എത്തിയ ശേഷമാണ്. ബിഗ് ബോസ് മലയാളം 5-ാം സീസണിലാണ് താരം മത്സരാർത്ഥിയായി എത്തിയത്. ഷോയ്ക്ക് ശേഷം വിവിധ പ്രോഗ്രാമുകളും മറ്റുമായി മുന്നോട്ട് പോകുന്ന മനീഷ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, സ്ത്രീകൾ നേരിടുന്ന പല കാര്യങ്ങളെക്കുറിച്ച് മനീഷ തുറന്ന് സംസാരിക്കാറുണ്ട്. ജോലി ചെയ്ത ശമ്പളം കിട്ടാതിരുന്നതിനെക്കുറിച്ചും സാമ്പത്തിക പ്രതിസന്ധി നിത്യജീവിതത്തിൽ സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമെല്ലാമായിരുന്നു മനീഷയുടെ കുറിപ്പ്. പാനിക് അറ്റാക്ക് അടക്കം വന്നിരുന്നുവെന്നും അടുത്തിടെ വരെ പലവിധ രോഗങ്ങൾക്ക് താൻ ചികിത്സയിലായിരുന്നുവെന്നും മനീഷ പറയുന്നു. ജീവിതം വിസ്മയങ്ങൾ നിറഞ്ഞ ഒരു തിരക്കഥ പോലെയാണ്. കുറച്ചേറെ മാസങ്ങളായി പലവക കാരണങ്ങളാലും ദുഃഖിതമായൊരു അന്തരീക്ഷത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാനസിക വ്യതകളുടെ കാഠിന്യമേറിയപ്പോൾ ശരീരം അതിന്റെ സ്വതസിദ്ധമായ പ്രതികരണങ്ങൾ കാട്ടിത്തുടങ്ങിയതോടെ ആശുപത്രി വാസങ്ങളും തുടരെയായി. കാശ് കടം വാങ്ങിയവരുടെ ചീത്തവിളികൾ മനസ്സിനെ തെല്ലുന്നുമല്ല ഉലച്ചത്. നീണ്ട 10-15 മാസങ്ങൾക്കുമേറെ സ്ഥിര വരുമാനമില്ലാത്തതിന്റെ വരുമാനമില്ലായ്മ ചിലവിനെ ഒരു തരത്തിലും ബാധിക്കാത്തതും പണിയെടുത്തതിന്റെ കാശ് വായിട്ടലച്ചിട്ടും കിട്ടാത്തതിന്റെ എല്ലാം വൈക്ലഭ്യം ഒരു പാനിക് അറ്റാക്കിലേക്കും മറ്റു പല ശാരീരിക ക്ലേശങ്ങളിലേക്കും വഴിതെളിച്ചപ്പോൾ കൂടെ ആരൊക്കെയുണ്ട് ആത്മാർത്ഥതയോടെ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സുവർണ അവസരം കൂടിയായി അത്. പലരും വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതെയായി. ജീവിതത്തിലെ ആ ഒരു അധ്യായത്തെക്കുറിച്ച് വളരെ വിശദമായി ചിലരെയെല്ലാം പരാമർശിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കുറിപ്പ് ഉടനെ എഴുതും. ഒരു സെൽഫ് മോട്ടിവേഷന് വേണ്ടിയാണ് ഈ കുറിപ്പ്. ആലോചിച്ചാൽ ഒരു അന്തവുമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ലെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ജീവിതം അതിന്റെ താളക്രമത്തിൽ തനിയെ മുന്നോട്ട് പോകും. കയറ്റിറക്കങ്ങൾ എല്ലാ മനുഷ്യ ജന്മങ്ങൾക്കും ബാധകം തന്നെ. കഷ്ടകാലത്തും കൂടെ നിന്ന ചുരുക്കം ചിലരോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹവും കടപ്പാടും. ഏത് കഷ്ടകാലത്തും പുഞ്ചിരിച്ചു നിൽക്കാനുള്ള കഴിവ് തന്ന ദൈവത്തിന് 100 നന്ദിയെന്നായിരുന്നു മനീഷയുടെ കുറിപ്പ്. അതേസമയം സ്ത്രീകൾ ഈ ഒരു ഫീൽഡിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനീഷ പല ഇന്റർവ്യൂകളിലും പോഡ്കാസ്റ്റുകളിലുമെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീകൾ ഒരു നോ പറയാത്തതിന്റെ ബുദ്ധിമുട്ട് അവർ ഒരുപാട് അനുഭവിക്കുന്നു എന്നും അവസരങ്ങൾക്കായി വാതിലുകൾ മുട്ടാറുണ്ടോ എന്ന മോശം ചോദ്യത്തിന് നിന്റെ അമ്മയോട് പോയി ചോദിക്കുകയെന്നായിരുന്നു അഭിമുഖത്തിൽ മനീഷ നൽകിയ വൈറൽ മറുപടി. അഭിഭാഷകനും യൂട്യൂബറുമായ ഒരാളുടെ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി വലിയ ചർച്ചയായിരുന്നു. മനീഷ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും മുൻ ഭർത്താവിനെക്കുറിച്ചും ആദ്യമായി മനസ്സ് തുറന്നത് ആ അഭിമുഖത്തിലാണ്. സ്ത്രീകൾ ഉറച്ച് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കണമെന്നും ഈ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വാതിൽ മുട്ടി അങ്ങനെ അവസരങ്ങൾ തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് താൻ ഒരിക്കലും വന്നിട്ടില്ല എന്നും ഇങ്ങനെ ഒരു ചോദ്യം ഇതൊരു തികച്ചും അന്യായമായ ഒരു ചോദ്യമാണെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മനീഷ മറുപടി നൽകിയത്. ഒരു ആർട്ടിസ്റ്റിനോടും ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് മനീഷ പറയുന്നുണ്ട്. കാരണം ആരോടെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് നിങ്ങൾക്ക് വ്യക്തമാണോ എന്നാണ് മനീഷ ചോദിക്കുന്നത്.